അത്യാവശ്യം നല്ല ബുഷിയായി ഒത്തിരി ഫ്ലവറോട് കൂടെ നിന്നിരുന്ന എപ്പീസിയ പ്ലാന്റ്സ് ആണിത്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിന് വല്ലാത്ത ഒരു കരിച്ചിലും ഒരു ചീച്ചിലൊക്കെ വന്ന സമയത്ത് ഞാൻ അതൊന്ന് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വളം ഇട്ട് കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയ്ക്ക് ഡാമേജ് ആയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന്. താഴെ ഇറക്കി നോക്കിയപ്പോഴാണ് മണ്ണിലൊക്കെ നല്ല രീതിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും കേടായിട്ടുണ്ട്. മണ്ണൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലാന്റ്സ് അങ്ങനെ നശിച്ചു പോകുമെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ കട്ടിങ്സും എടുത്തിട്ട് പുതുതായിട്ട് ഞാൻ റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയും ആ മണ്ണിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ് പോലും കിട്ടാതെ ചെടി കംപ്ലീറ്റ് ഡാമേജ് ആയി പോകുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പിന്നെ എല്ലാ കട്ടിങ്സും മാറ്റി പുതുതായിട്ട് റീപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. മണ്ണൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇനി നടാനായിട്ട്. ഒരു ചട്ടിയിലാണെങ്കിൽ നല്ല രീതിക്ക് ഡ്രൈ ആയി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതിരിക്കുവാണ്. എന്നാൽ മറ്റേ ചട്ടിയിലാണെങ്കിലോ വെള്ളം കൂടിപ്പോയി ചീഞ്ഞൊരവസ്ഥയായിട്ട് ഇരിക്കുമായിരുന്നു. കാരണം അതിൻ്റെ ഡ്രൈനേജിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിലാണ് എന്തായാലും അതെനിക്ക് ഇറക്കാൻ തോന്നിയത്. ഞാനിവിടെ മണ്ണും മണലും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചകിരിച്ചോറ് വളരെ കുറഞ്ഞ അളവിലേ എടുത്തിട്ടുള്ളൂ. അതുമാത്രമല്ല നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ മണ്ണും മണലും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നട്ടു കൊടുക്കുകയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് മാക്സിമം ഇത് വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ നല്ല രീതിക്ക് ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാകും. മണ്ണ് ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡെയിലി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെയിൽ കൂടിപ്പോയാലും പ്രശ്നമാണ്, വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് ഫ്ലവറായി നല്ല രീതിക്ക് ബുഷി ആയിട്ട് ഇത് നിൽക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ മണ്ണും മണലും ചകിരിച്ചോറും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വളങ്ങളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് പിടിച്ച് കിട്ടി ഒന്ന് വലുതായി തുടങ്ങുമ്പോൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. രാസവളങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജൈവവളങ്ങൾ മാത്രം തന്നെ മതിയാകും. എന്തായാലും ഇനി ഇതൊന്ന് വളർന്ന് നല്ല ബുഷിയായി ഫ്ലവറിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം.